മക്കയിൽ കണ്ട പ്രവാചകനെ ആയിരുന്നില്ല ചരിത്രം മദീനയിൽ കാണിച്ചു തരുന്നത്. മക്കയിലെത്തിയപ്പോൾ സമാധാന പ്രിയനായിട്ടുള്ള ലക്കും ദീനക്കും വലിയ ദീൻ, നിനക്ക് എന്റെ മതം അല്ല, ലക്കും ദീനക്കും നിനക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ പ്രവാചകൻ മദീനയിൽ എത്തിയപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കാത്തവനെ പതിയിരുന്നിട്ടാണെങ്കിലും കഴുത്തിന് കാച്ചിക്കോളാൻ പറയുന്ന വചനങ്ങൾ ഇറക്കി. സമാധാനം വളരെ പെട്ടെന്ന് ആയുധ ബലം നേടിയപ്പോൾ, സൈനിക ബലം നേടിയപ്പോൾ, അധികാരം നേടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ മട്ടും ഭാവവും മാറി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഓരോ പ്രദേശവും ഇസ്ലാമികവൽക്കരിക്കുമ്പോഴെല്ലാം ഭയം തോന്നുന്നത് ഇതൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയതിന്റെ പേരിലാണ്. പല ആളുകൾക്കും ഈ ആശയങ്ങളെ സംബന്ധിച്ചിട്ട് അറിയാമെങ്കിലും പറയാൻ അവർക്ക് ഭയമാണ്. ഇപ്പോ 2014 ഒരു പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ എഴുന്നേറ്റ് നിൽക്കുന്ന സർക്കാർ സ്കൂളിൽ അധികവും മതവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി തൊപ്പിയും തലപ്പാവും ഒക്കെ വെച്ചിട്ട് നടക്കേണ്ടുന്ന ഒരു ഗതികേടിലാകുമായിരുന്നു. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പറ്റില്ല. പോപ്പുലർ ഫ്രണ്ട് അവരുടെ അജണ്ടകൾ ഈ 2-3 വർഷത്തിനിടയിൽ പകുതിയെങ്കിലും നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ഒവൈസിയെ പോലെയുള്ള ആളുകൾ യോഗിയെയും മോദിയെയും ഭയപ്പാടോടുകൂടി കാണുന്നത്. ഇത്തരം വിഷങ്ങൾ എങ്ങനെയാ പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ IT മേഖലകളായിരുന്നാലും അതല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നാലും നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലകളായി മാറുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ഹോസ്റ്റൽ മുറിയിൽ ഒരുമിച്ച് ജീവിച്ച ആളുകളാണ് പരസ്പരം വാക്കുതർക്കത്തിന്റെ പേരിൽ തലക്കടിച്ചു കൊന്നു എന്ന് ആദ്യം വരുന്ന വാർത്ത. പിന്നീട് മനസ്സിലായത് ആ വാക്കുതർക്കം എന്താണ്? മതം മാറണമെന്ന് പറഞ്ഞിട്ടുള്ള വാക്കുതർക്കമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ നമ്മളുടെ ബന്ധങ്ങളില്, പരിചയത്തില് ഹിന്ദു പെൺകുട്ടികൾ ഇതുപോലെ ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് അവരിങ്ങനെ ഏതെങ്കിലും മതപരിവർത്തന മാഫിയകളുടെ കയ്യിൽ അകപ്പെട്ടതായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ നല്ല രൂപത്തിൽ നിങ്ങൾ അവർക്ക് ഉപദേശം നൽകി, ജോലിയല്ല മക്കളെ, ജീവനാണ് വലുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. എതിർത്താൽ ചിലപ്പോൾ കൊന്നുകളയാനും മടിക്കാത്ത വിഭാഗമാണ്. ഇപ്പോ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ ഒരു റേപ്പ് ജിഹാദ് നടക്കും. അതിനുശേഷം മറ്റൊരു IT മേഖല കൂടി തൊട്ടടുത്ത ദിവസം വാർത്തയാകുന്നു. വിപ്രോയില്, സിനിമയില് ജിഹാദ് അല്ലേ? സഹപ്രവർത്തകയും ഇസ്ലാമിസ്റ്റുമായിട്ടുള്ള ഷാഹിന റഫീഖ് എന്ന സ്ത്രീ തന്നോട് ഇസ്ലാം മതം സ്വീകരിക്കാനും മുസ്ലിമായിട്ടുള്ള കൺട്രി ഹെഡുമായി ശാരീരിക ബന്ധം പുലർത്താനും സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു എന്ന് വിപ്രോയിലെ മുൻ ജീവനക്കാരിയായിട്ടുള്ള ഒരു ഹിന്ദു സ്ത്രീയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ഈ ടാറ്റയുടെ വിഷയം വന്ന അതേ സമയത്ത് തന്നെയാണ് യുവതി ഇത് HR മാനേജറായിട്ടുള്ള സീഷാൻ അഹമ്മദ്, പേരൊന്നോർത്ത് വെച്ചോ, അയാൾക്ക് എഴുതി സമർപ്പിക്കുന്നു. കാരണം അവന്റെയും ഉള്ളിൽ ഇത് തന്നെയല്ലേ, ഇവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയല്ലേ. അങ്ങനെ അവളെ ഭീഷണിപ്പെടുത്തി രാജിവെക്കാനാണ് ഈ സീഷാൻ അഹമ്മദ് നിർബന്ധിച്ചത്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്ന രീതിയല്ല, നീതിക്കു വേണ്ടി പോയവരെ പിടിച്ച് പ്രതികളാക്കുന്ന രീതി, ഇരകളെ വേട്ടക്കാരന്റെ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന രീതി. ഇന്ത്യയിലെ IT മേഖലകളിൽ ഹിന്ദു യുവതികളും ക്രിസ്ത്യൻ യുവതികളും നേരിടുന്ന അപകടങ്ങളുടെ വലിയ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. IT മേഖലയിൽ കുറച്ചു നാളെങ്കിലും ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ടീം ലീഡറുടെ മതം, അയാളുടെ ജാതി, അയാളുടെ മതം, അയാളുടെ ജിഹാദി സ്പിരിറ്റ്. അയാളു വിചാരിച്ചാൽ ഒരാളെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടാനും ഈ മേഖലയിൽ നിന്നും പുറത്താക്കാനും കഴിയും. ഒരുപാട് സ്ട്രെസ് ഇല്ലാതെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും സഹായിക്കാനും ഒക്കെ അയാൾ വിചാരിച്ചാൽ കഴിയും. കോളേജുകളിൽ നിന്ന് പ്രാക്ടിക്കൽ അറിവുകൾ കാര്യമായിട്ട് നേടാതെയാണ് ഭൂരിപക്ഷം കുട്ടികളും IT മേഖലയിൽ ട്രെയിനികളായി ചേരുന്നത്. അവർക്ക് മുൻ പരിചയമില്ല, അവരെ ഫ്രഷേഴ്സ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്.
അതുകൊണ്ട് ഈ ട്രെയിനികളായിട്ട് എത്തുന്ന കാണാൻ കൊള്ളാവുന്ന മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികളെ ശാരീരികമായി ചൂഷണം ചെയ്യുക എന്ന നിഗൂഢമായിട്ടുള്ള ഉദ്ദേശം ഉള്ളിൽ വെച്ച് ലോകത്തുള്ള സകലമാന ടെക്നോളജിയും പഠിപ്പിച്ചു കൊടുക്കാമെന്ന ഭാവത്തിൽ നാടൻ ഭാഷയിൽ കോഴികൾ എന്ന് പറയാവുന്ന ഈ ജിഹാദി കൂട്ടങ്ങൾ, ഈ മുക്കാലന്മാർ പഠിച്ച പണി 18 പയറ്റി തെളിയിച്ചിട്ടാണ് അവരൊക്കെ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നൊന്ന് അറിയുക. അവര് മിക്കവാറും ഈ IT കമ്പനികളിൽ എത്തുന്നത് തന്നെ ഇത്തരം ചില മോട്ടീവുകൾ വെച്ചിട്ടാണ്. ഇക്കാര്യം ജോലിക്ക് കയറുന്ന സമയത്ത് തന്നെ പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സാഹചര്യം മുതലെടുത്ത് IT മേഖലയിൽ എത്തുന്ന അന്യമതക്കാരായിട്ടുള്ള പെൺകുട്ടികളെ സമ്മർദ്ദത്തിലാക്കിയും സൗഹൃദം നടിച്ചും ലവ് ജിഹാദിൽ അകപ്പെടുത്താൻ കാത്തിരിക്കുന്ന ലവ് ജിഹാദികളെ കുറിച്ച് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ പെൺമക്കളെ ജോലിക്ക് അയക്കുന്ന മാതാപിതാക്കൾക്ക് ജാഗ്രതയുണ്ടാകണം. ഈ മക്കളുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകണം, തുറന്ന ആശയവിനിമയങ്ങൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ആ സ്ഥലത്ത് അവർ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാൻ പറ്റൂ. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ, ആ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടി സുരക്ഷിതയാണോ എന്നറിയാൻ പറ്റൂ. കാത്തിരുന്ന് കിട്ടുന്ന ഒരു ജോലി, അതല്ലെങ്കിൽ നല്ല ശമ്പളം, നല്ല കരിയർ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ, അതുമല്ലെങ്കിൽ ടാറ്റ, വിപ്രോ പോലെയുള്ള പ്രശസ്തമായിട്ടുള്ള കമ്പനിയിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എവിടെയും വാലിഡ് ആണ് എന്ന് മനസ്സിലാക്കി അവിടെ കിട്ടിയ ഒരു ജോലി ഇല്ലാതായാൽ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കൾ എന്ത് വിചാരിക്കും? അവർക്ക് വേണ്ടി സഹിക്കേണ്ടി വരരുത്. ലവ് ജിഹാദികളുടെ കെണികളിൽ വീഴും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് TCയും വിപ്രോയും ഒക്കെ. സിനിമാ മേഖലകളടക്കം എന്തിനേറെ പറയുന്നു. അപ്പോ ഈ ലവ് ജിഹാദ് വാർത്തകളും മറ്റ് പല സ്റ്റാർട്ടപ്പ് കമ്പനികളിലുമൊക്കെ അറിയാതെ അവര് വന്ന് ചെയ്തു പോകുന്നു. പിന്നീട് അവർ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി പലതിനും വഴങ്ങേണ്ടി വരുന്നു. ഇത്തരം IT മേഖലയിലെ പെൺകുട്ടികൾ ഭൂരിപക്ഷവും വീട്ടുകാർ ആലോചിക്കുന്ന വിവാഹത്തിന് വിസമ്മതിക്കുന്നതിന്റെ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം മാതാപിതാക്കൾ ഇത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇത് അപകടമാണ്. ഈ ജിഹാദി തീവ്രവാദികൾ ഏത് രൂപത്തിലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. കാരണം അവരുടെ വലയിൽ ഇവർ അകപ്പെട്ടിട്ടാണോ ഇവർ വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്നുകൂടി നമ്മൾ അറിയണം. കുട്ടികൾക്ക് വേറെ വഴിയില്ലാതായി പോകുവാണ് പലപ്പോഴും. അവർക്ക് തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നു. എല്ലാവരും ചോദിക്കും, ഇസ്ലാം മാത്രമാണോ കുഴപ്പം? നിങ്ങൾ എന്തിനാ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ജസ്റ്റിൻ പറയുന്നു, മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ മദ്രസ അധ്യാപകൻ എന്ന് മലയാളത്തിൽ സെർച്ച് ചെയ്ത ശേഷം ഇമേജസ് എടുത്ത് സ്ക്രോൾ ചെയ്തു നോക്കുക. കുട്ടികളുടെ സുരക്ഷ അത് നമ്മൾ തന്നെ ഉറപ്പാക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ നിരന്തരം വിമർശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഓരോ മുസ്ലിമിന്റെയും ഉള്ളിലിരിപ്പ് ഇന്ത്യ മുഴുവനും പിടിച്ചടക്കി, സകല മുസ്ലിങ്ങളെയും ഇല്ലാതാക്കി ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം. അങ്ങനെ അള്ളാഹുവിനു വേണ്ടി, അള്ളാഹുവിന്റെ ഭരണഘടനയ്ക്കു വേണ്ടി, അള്ളാഹുവിന്റെ നിയമവും അള്ളാഹുവിന്റെ ലോകവും അള്ളാഹുവിന്റെ രാജ്യവും സാധ്യമാകുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇവര് ഏത് രൂപത്തിലും സജ്ജരായിരിക്കുവാണ്. എല്ലാ മുസ്ലിമിന്റെയും ഉള്ളിൽ ഇസ്ലാമിക ലോകം കെട്ടിപ്പടുക്കുക എന്ന ഒരു ആശയമുണ്ട്. വെറുതെയാണോ ഇവരെ നമ്മൾ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്നത്? അവരുടെ കിതാബ് പഠിപ്പിക്കുന്നതല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. നോക്ക്, നമ്മുടെ OYC പറഞ്ഞത്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി പറഞ്ഞത്, പോലീസുകാരെ നിങ്ങൾ ഓർത്തുവെച്ചോ, യോഗി എന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് വരില്ല. മോദി എന്നും പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കില്ല. യോഗി ആശ്രമത്തിലേക്ക് പോകും. നരേന്ദ്രമോദി ഹിമാലയ പർവ്വതത്തിലേക്ക് തപസ്സിന് പോകും. പിന്നെ ആരുണ്ട് ഇവിടെ എന്നാ ചോദ്യം. ഇവിടെ പടച്ചവന്റെ രാജ്യം വരും.
ഞങ്ങൾ മുസ്ലിങ്ങൾ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നീക്കും. എല്ലാത്തിനും നിങ്ങളോട് ഞങ്ങൾ പകരം ചോദിക്കുമെന്നാ പറഞ്ഞത്. ഇതിനകത്ത് വർഗീയതയില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു കേസ് എടുക്കാനുള്ള വകുപ്പെങ്കിലും ഇല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതിനെതിരെ ആര് കേസിന് പോകും? ആര് പോകും? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇസ്ലാമിക ഭീകരതയെ, മുസ്ലിം തീവ്രവാദത്തെ എതിർക്കാൻ, അതിനെ വിമർശിക്കാൻ, അതില്ലായ്മ ചെയ്യാൻ ഒരൊറ്റ മുസ്ലിമും മുന്നോട്ട് വരാത്ത സാഹചര്യമുള്ളത് ഭയം കൊണ്ടാണ്. ഒറ്റപ്പെടുത്തലുകൾ ഭയന്നിട്ടാണ്. മക്ക വിജയത്തിന് ശേഷം മുഹമ്മദ് നബിയുടെ വാള് കണ്ട്, സൈന്യം കണ്ട്, സൈനികരുടെ അക്രമം കണ്ട് പേടിച്ച് ഇസ്ലാമിലേക്ക് വന്ന അബൂ സുഫിയാനും മകൻ മുആവിയയും കൂടി അടക്കമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിന്റെ കാരുണ്യം കണ്ടിട്ടല്ല, ഇസ്ലാമിന്റെ മഹത്വം കണ്ടിട്ടോ, ഇസ്ലാമിലെ മാനവികത അങ്ങൊക്കെപ്പാടെ വിഴുങ്ങിയിട്ടോ അല്ല, ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. ഇവരെ ഭയന്നിട്ടാണ്. അങ്ങനെ ബലിയാടായിട്ടുള്ള ഒരുപാട് മനുഷ്യർ. 3 ഓപ്ഷൻസ് ആണ് പ്രവാചകൻ മുന്നോട്ട് വെച്ചത്. ഒന്നുകിൽ ഷഹാദത്ത് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നോ, അതല്ലെങ്കിൽ തലങ്ങട് നീട്ടിക്കോ, തല വേറെയും ഉടല് വേറെയും ഞങ്ങളുടെ വാള് തീരുമാനിക്കും. 3 നാട് വിടാൻ തയ്യാറായിക്കോ. മക്കളും ഭാര്യയും വൃദ്ധ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യും? അങ്ങനെ വാളുകൊണ്ട് പടുത്തുയർത്തിയതാണ് ഈ മതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതേ വാളുപയോഗിച്ച്, ഇതേ മതഗ്രന്ഥം ഉപയോഗിച്ച്, ഇതേ അല്ലാഹു അക്ബർ ഉപയോഗിച്ച് ഈ രാജ്യത്തെ തകർക്കാൻ അന്നത്തെ ശത്രുക്കൾ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാനവികതയുടെ ശത്രുക്കൾ. പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും എപ്പോഴും മതത്തിന്റെ പക്ഷത്താണ് നിന്നിട്ടുള്ളത്, മനുഷ്യപക്ഷത്തല്ല. മാനവികതയുടെ പക്ഷത്തല്ല ഇസ്ലാം. ഇസ്ലാമിൽ മാനവികതയുടെ കണിക പോലുമില്ല. ലക്ഷണമൊത്ത വർഗീയത മാത്രം പറയുന്ന മതമാണ് ഇസ്ലാം. മുസ്ലിങ്ങളെ എന്ന് വിളിക്കുന്ന ഗ്രന്ഥം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഴുവൻ മുസ്ലിങ്ങളും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ ഇസ്ലാം, എന്ന് പറഞ്ഞ ഖുർആൻ. അങ്ങനെ മുസ്ലിങ്ങൾ പരസ്പരം ആയുധങ്ങൾ വെച്ച് പോരാടുന്നു. ജമല്, സിഫീൻ ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് യുദ്ധങ്ങളിൽ പരസ്പരം ഇവര് തന്നെ വെട്ടിയും കൊന്നും കൊല്ലപ്പെട്ടു തീർന്നു. കൊന്നും കൊലവിളിച്ചും. അവസാനം അബൂ സുഫിയാന്റെ മകൻ മുആവിയയുടെ മകൻ യസീദ്. കാരണം ഓർക്കണം, മക്ക വിജയ ദിവസം അബൂ സുഫിയാനെയും മകൻ മുആവിയയെയും വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ മുആവിയയുടെ മകൻ യസീദ് മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളുടെ തലയറുത്തെടുക്കുന്നു. താലത്തിൽ വെച്ചിട്ട് തല വെച്ചിട്ട് ഘോഷയാത്ര നടത്തി. ആ പക പക്ഷെ ഇന്ന് കേരളത്തിലെ വലിയ ഒരു വിഭാഗം ഇസ്ലാം മതവിശ്വാസികൾക്കറിയാം തങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളാണെന്ന്. നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞതുപോലെ, നിങ്ങളുടെ ഉമ്മാടുമാടുമാടുമാടുമാടുമാടുമാടുമാടുമാട് കുറേ പറഞ്ഞിട്ട് ആരാ? കാളിത്തള്ള. നിങ്ങളുടെ വാപ്പാട 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 വാട ആരാ? നാരായണൻ. പൂർവികരെങ്ങനെയാണ്? എന്നിട്ട് അങ്ങനെ വാൾത്തലപ്പിൽ ഭയന്നു മതം മാറി വന്നവർ ഇന്ന് ദാ മതം മാറാത്തതിന്റെ പേരിൽ പിള്ളാരെ അടിച്ചു കൊല്ലുന്നു. വിദേശത്തായിരുന്നാലും ശരി. ജാസ്ത്യാലുള്ളത് തൂത്താ മാറുമോ? തൂത്താലും മായ്ച്ചാലും മാറുമോ ഇവരുടെ ഉള്ളിലുള്ള ഭീകരത? ഇല്ല. അങ്ങനെ പ്രവാചകന്റെ പേരക്കുട്ടികളെ കൊന്ന സുന്നികൾ മുആവിയയുണ്ടാക്കിയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയും പൊക്കിക്കൊണ്ട് നടക്കുക. അബൂ സുഫിയാന്റെ മോനാണ് നബിയുടെ പേരക്കുട്ടികളെ ഇല്ലാതാക്കിയത്. അവരാണ്
ഇന്നത്തെ ചുന്നികൾ. ഒറിജിനൽ ഇസ്ലാമിന് വേണ്ടി വാളെടുത്ത അലിയെ പിന്തുണച്ച കൊമേനിയുടെ ആൾക്കാർ ഷിയാക്കൾ. വല്ല മനസ്സിലായോ? നബിക്കു വേണ്ടി നിന്ന ആളുകൾ ഇന്ന് ഷിയ. മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളെ കൊന്നവന് വേണ്ടി നിന്നവർ സുന്നികള്. തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോ? ആ നബിക്കു വേണ്ടി നിന്ന അലി പക്ഷക്കാർ ഇന്ന് ആരായി? മുശ്രിക്കുകളാണ് സുന്നികളുടെ ഭാഷയിൽ പറഞ്ഞാൽ. നമ്മുടെ അഡ്മിന്മാരുണ്ട്, അവര് കൊടുത്തോളും കേട്ടോ. ആ ഇസ്മായിലെ, നിന്റെ ഉമ്മായെ വിളിക്കുന്ന വിളിയൊന്നും ഇവിടെ വന്ന് വിളിക്കല്ലടാ നാറി. അവള് ഇവള് മറ്റവള് എന്നൊക്കെ നിന്നെ തൂറിയിട്ട നിന്റെ തള്ളയെ വിളിച്ചോണം കേട്ടോ. ഇവിടെ വന്ന് വിളിക്കല്ലേ, ആട്ടിച്ച അണ്ണാപ്പല്ല് ഞാൻ തെറിപ്പിക്കും. പോയിക്കോ. കുറെ നേരമായിട്ട് നിന്നെ ഞാൻ നോക്കി വെക്കുന്നുണ്ട്. പറഞ്ഞു വിടുന്നതിന് മുമ്പ് പൊയ്ക്കോ മര്യാദയ്ക്ക്. അതാണ് നിനക്ക് നല്ലത് കേട്ടോ. അപ്പോ നോക്കണം, ഇസ്ലാം എങ്ങനെയാണ് സുന്നി ഷിയ വിഭാഗങ്ങൾ ഉണ്ടായത് എന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലായോ? വാളുകൊണ്ട് ഉയർത്തപ്പെട്ട ഇസ്ലാം. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഇസ്ലാം നൽകുന്ന സ്ഥാനങ്ങൾ പറയാനില്ല. ഭയങ്കര സ്ഥാനങ്ങളാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത്. പറയാനുണ്ടോ? അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ. ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്.